നമ്മൾ ഇന്നത്തെ ഐറ്റിനറീസ് പറ. ഇന്ന് നമ്മളിങ്ങനെ അച്ഛൻ്റെ മരുന്ന് വാങ്ങിക്കുന്നു, പിന്നെ പല പല അമ്പലങ്ങൾ. ഇങ്ങനെയാണ് ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നു? ഇവിടുന്ന് നട അടച്ചില്ലെങ്കിൽ അമ്പലത്തില് ലുല്ലു കൊണ്ടുപോകും. ലുല്ലു ചേട്ടനാണ് നമ്മുടെ സ്പോൺസർ. ഞാൻ പഴയ സിനിമയിലെ നടിമാരെ പോലെ ഇല്ലേ ചേട്ടാ, എനിക്ക് കോപ്പിറൈറ്റ് ആവും. പാട്ട് ഓഫ് ചെയ്ത് വെക്കും. നിങ്ങളെന്താ കഴിക്കുന്നത്? നമ്മള് ചേട്ടൻ കഴിക്കുന്നത് എന്തും. ചേട്ടൻ കഴിയുന്നില്ല, ഞാൻ വേറെ പോകുന്നു. ഞാൻ ചേട്ടൻ്റെ കൂടെ വരും. Wherever you go, I am there. ചേച്ചി കൂടെ ഈയത്ത് കറിയോ? അമ്മയുടെ ഡബിൾ ചിന്നൊക്കെ പുറത്തു വന്നു. ഡബിൾ സീൻ ഉണ്ടോ? നമ്മൾ അച്ഛനെ സേഫ് ആയിട്ട് ജിമ്മിച്ചുകൊണ്ട് അടുത്ത് ആക്കിയിട്ടാണ് പോകുന്നത്. ആരും പേടിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന് കളിച്ച് അല്ലെങ്കിൽ മൈക്കില്ല, സൗണ്ട് ഒന്ന് കുറയ്ക്കും. ആ അമ്പലത്തിലാണ് ഞാൻ, അല്ലേ അമ്മ? കുറെ കാലം ഓടി കളിച്ച് സാറ്റ് കളിക്കായിരുന്നു. അതിന് ജനിച്ചതൊന്നും അമ്പലത്തിലല്ല. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മൊത്തം പെൺപിള്ളേര്. നമുക്ക് പക്ഷെ ബാലന്റെ തട്ട് ഒരുപാട് ഓർമ്മയുണ്ട്, അറിയാമോ? നമ്മള് സ്കൂളിൽ നിന്ന് ഭയങ്കര അമ്മൂമ്മയുടെ അവിടെ ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കും ബാലഞ്ചേന്റെ കടയിൽ നിന്ന് ചിക്കൻ കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. അല്ല, ഒരു വയസ്സ് പിറന്നാളോ ഇവിടെ വെച്ചാണ് ആഘോഷിച്ചത്. ഈ കോളിന്റെ അകത്താ? അല്ല, ഇതിന്റെ ബാക്കിൽ നമ്മൾ താമസിച്ചോണ്ടിരുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്പലത്തിൽ വരാം. ഞാൻ ഇല്ലേ അമ്മ? നീ ഒരു വയസ്സ്, എന്റെ ഒരു വയസ്സ് പിറന്നാള് ജിമ്പിടി ജിമ്പിടി എന്നും പറഞ്ഞ് ഓടി നടക്കും. ഈ വീട്ടുകാർ അത്ര എടുത്തോണ്ട് പോകാനുള്ള. നിന്റെ മാമൻ നിന്നെ ബ്രൗൺ ഉടുപ്പ് എടുത്തോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. ബർത്ത്ഡേക്ക്. എവിടെ നമ്മുടെ വീട്? എവിടെ നമ്മളെ വീട്? പക്ഷെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒരു വയസ്സെന്ന് പറയുമ്പോ ഇത് വേറെ ആരുടെയോ വീട് ചേട്ടാ. നമ്മൾ വേറെ എവിടെ എത്തി? ഇവിടെ തന്നെ ആയിരുന്നടി. പക്ഷെ അവര് ഇതാണോ ആ വീട്? ഇവിടെ എങ്ങോട്ടായിരുന്നു? ഇത് മറ്റു സിനിമയിലൊക്കെ കാണുമല്ലോ, ഏതോ വിള കാണിച്ചിട്ട്. ചേട്ടാ, ഈ വീട്ടിലാണോ മീൻചട്ടില് മുറിയത്? നമ്മള് പഴയ വീട് കാണാൻ വന്നതാ. പക്ഷെ വീട് കാണുന്നില്ല, നെയ്ബേഴ്സിനെ കണ്ടായി. അപ്പൊ ഈ മുറ്റത്താണോ നമ്മള്? ഇതാ ഇവിടെയാണോ? ഇത് രണ്ടിന്റെ കൂടെ, ഇതിന്റെ പകുതി അതിന്റെ പകുതി കൂടെ ആയിട്ടാണ് ആ വീട് ഇരുന്നത്. അടുത്ത സ്ഥലം പിടിക്കാം. ചേട്ടാ, അടുത്ത എങ്ങോട്ടാ? അടുത്ത നമ്മൾ ശ്രീകണ്ഠേശ്വരം നല്ല വൈബാണ്. എന്റെ ഇല്ലല്ലോ. ചുച്ചു ആരാ ഈ പേരിട്ടത്? ചുച്ചു നിന്റെ കൊച്ചു ഡ്രങ്കൻ മങ്കിയോ? ഡ്രങ്കണാണ് ഇനി മങ്കിയാണല്ലോ. ഇനി എന്തിനാണ്? ട്രിവാൻഡ്രത്തിലെ ബെസ്റ്റ് പാനിപ്പൂരി കിട്ടുന്നത്. ഏതാ സ്ഥലം? ഇത് ആസാദ് ഹോട്ടലിന്റെ ഓപ്പോസിറ്റ്. വിശക്കുന്നു. നിങ്ങൾ മാക്സിമം പാനിപ്പൂരി കഴിക്കുക, അതാകുമ്പോൾ ഫുഡ് കുറച്ച്. ചേട്ടാ, നമ്മള് മന്തി കഴിക്കാനാണോ പോകുന്നത്? അല്ല, നമ്മൾ കേത്തല്ലാണ്. ഞാൻ എടുക്കുന്നതാണ് കേട്ടോ സിനിമ. നിങ്ങളൊക്കെ എടുക്കുന്ന ആപ്പ വീഡിയോ. ദഹിക്കോ ഇത്? 4 പേർക്ക് 4 ഓപ്ഷൻസ് ആണ് ഞാൻ വെക്കുന്നത്. ബുഹാരി, ഐശ്വര്യ, കേത്തൽ, ആസാദ്. അമ്മ എന്താ പറയുന്നത്? ചീലു?
ബുഹാരി എനിക്ക് ഇഷ്ടമല്ല. ഐശ്വര്യ ആണെങ്കിലും ഓക്കെയാണ്. ആസാദ് ഇപ്പൊ ബിരിയാണി കഴിക്കാനുള്ള സമയമല്ലല്ലോ. ബിരിയാണി ആസാദ് ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ടയും മട്ടൻ ഫ്രൈ അത് വലിയ താല്പര്യമില്ല. ബുഹാരി വലിയ താല്പര്യമില്ല. ഐശ്വര്യ പോയിരുന്നെങ്കിൽ ചിക്കൻ ഫ്രൈയും മട്ടൺ റോസ്റ്റും പപ്പടവും അങ്ങനെ സാധനം അടിക്കാൻ. അതിനെക്കാളും നമുക്ക് ഇപ്പൊ ചീരുവിനെ കൊണ്ട് കുറെ ദിവസമായിട്ട് കേത്തലി വന്നില്ലല്ലോ. നമ്മള് കുറെ വട്ടം വന്നില്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ കേത്തലി പോകാൻ ചേട്ടാ എവിടെ വന്നേക്കണേന്ന് പറ. എന്റെ മുടിയൊക്കെ വിശപ്പില്ലേ? എത്ര ചപ്പാത്തി കഴിച്ചു? 4 14 2 ചപ്പാത്തി ചിക്കൻ ഫ്രൈ കൂടെ കൊത്തി കയറ്റുന്നോ? ഈ ഇവിടെ അവരുണ്ടാക്കിയ ചിക്കന്റെ പാതി ഇവിടെ ചേട്ടന്റെ ഇലയിൽ തന്നെ ഉണ്ട്. എന്താ ചേട്ടാ പറ്റാത്ത ഇത്ര എന്തിനാ കഴിക്കുന്നേ? 16 ചപ്പാത്തി ചിന്തിക്കുകയാണോ? 19 പീസ്. എന്നിട്ട് വീണ്ടും ഇരിക്കുകയാണ് ലിവറിന് വേണ്ടിട്ട് അവിടെ. 8 പീസ് ലിവറും കൂടെ കഴിച്ചു. വയറ് ഗർഭിണിയുള്ള പോലെ ഇല്ല, ഒട്ടും ചാടിയിട്ടില്ല കേട്ടോ. പിന്നെ ശ്രീകണ്ഠേശ്വരം ഇല്ല, ഒരു കാര്യമില്ല. തായോ ഈ രാത്രി ആര് പൂ കാണാനാ? പൂവിന്റെ ആവശ്യമില്ല യൂസ്. മാമിക്ക് ഒരുതുണ്ട് പൂവ് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. മോശമായി പോയി. ശബ്ദം ഉണ്ടായോ? എടാ നീ ഒന്ന് ശബ്ദം ഉണ്ടാക്കി കാണിച്ചു കൊടുക്ക അവർക്ക്. ചേച്ചി എന്നൊന്ന് വിളിച്ചേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭദിനം. 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 ശുഭദിനം.